പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇപ്പോൾ യൂറോപ്പ് സന്ദർശനത്തിലാണ്. അദ്ദേഹം മെയ് 15 മുതൽ 20 വരെയാണ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം അദ്ദേഹം പോയത് UAE-യിലേക്കാണ്. UAE-യിൽ അബുദാബിയിലെത്തിയ പ്രൈം മിനിസ്റ്റർ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരം, LPG വിതരണം എന്നിവയിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. പിന്നീടാണ് അദ്ദേഹം നെതർലൻഡ്സ്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയത്. മെയ് 15-നാണ് നെതർലൻഡ്സിൽ എത്തുന്നത്. അദ്ദേഹം നെതർലൻഡ്സിൽ 17 വരെ സന്ദർശനം നടത്തി. അദ്ദേഹം അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ റോബ് ജെറ്റനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തി. ഗുജറാത്തിലെ ശുദ്ധജല സംഭരണിക്കായിട്ടുള്ള ചരിത്രപരമായ കൽപ്പസാർ കരാറിൽ ഇന്ത്യയും നെതർലൻഡ്സും ഒപ്പുവെച്ചു. ഗുജറാത്തിലെ ധോലേരയിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സൗകര്യം വികസിപ്പിക്കുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സും ഡച്ച് കമ്പനിയായ ASML-ഉം തമ്മിൽ ചരിത്രപരമായ കരാർ ഒപ്പിട്ടു. അതിനുശേഷം മെയ് 17-ാം തീയതി അദ്ദേഹം സ്വീഡനിലേക്ക് പോയി. അവിടെ ഗോഥൻബർഗിൽ പ്രൈം മിനിസ്റ്ററായ ഉൾഫ് ക്രിസ്റ്റേഴ്സൺ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. പിന്നീട് അദ്ദേഹം മെയ് 18-നാണ്, അതായത് ഇന്ന്, അദ്ദേഹം നോർവേയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം നോർവേ സന്ദർശനം 19-ാം തീയതി, അതായത് നാളെയാണ് അവസാനിക്കുന്നത്. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നോർവേ സന്ദർശിക്കുന്നത്. ഓസ്ലോയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട് 18-ലധികം ധാരണാപത്രങ്ങൾ അവിടെ ഒപ്പുവെക്കും എന്നാണ് ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം നാളെയും മറ്റന്നാളും അദ്ദേഹം ഇറ്റലി സന്ദർശിക്കും. ഈ ഒരു സന്ദർശനത്തിൽ അദ്ദേഹം അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെൽനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, ഹരിത ഊർജം എന്നിവയിലെ സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതികൾ ഇരുവരും ചർച്ച ചെയ്യും.